ഇന്ന് നിങ്ങൾ തന്ന റിപ്പോർട്ടുകൾ ഞാൻ നോക്കുകയായിരുന്നു. ഒറ്റ നോട്ടത്തില് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വളരെ ശാന്തമായ ഒരു ദിവസമായിരുന്നു എന്ന് തോന്നും. നിഫ്റ്റി 50 ഏകദേശം 25,910 അവസാനിച്ചു. 1.12% ചെറിയൊരു കയറ്റം. ഇതൊരു പത്രവാർത്തയിൽ ഒതുക്കാവുന്ന ഒരു കണക്ക് മാത്രം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് ശരിക്കുള്ളൊരു നാടകം കാണുന്നത്. ഒരു വശത്ത് ഇന്ത്യയുടെ സ്വന്തം കരുത്ത്, മറുവശത്ത് ആഗോള വിപണിയിലെ ഭയം. ഈ രണ്ട് ശക്തികളും തമ്മിലുള്ള ഒരു വലിയ വടംവലിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. നമുക്ക് ആ കഥയൊന്ന് ചുരുളഴിച്ചാലോ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞ ആ വടംവലി എന്ന വാക്ക് അത് ഇന്നത്തെ ദിവസത്തെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ നേട്ടം വന്നത് ദിവസത്തിന്റെ അവസാനത്തെ അരമണിക്കൂറിലാണ്. ഒരു ലേറ്റ് സെഷൻ കംബാക്ക് എന്ന് തന്നെ പറയാം. ദിവസം മുഴുവൻ നഷ്ടത്തിലായിരുന്ന സൂചികയെ ആരോ പിടിച്ചു മുകളിലേക്ക് കയറ്റിയതുപോലെയായിരുന്നു. ഇത് വിപണിയിലെ രണ്ട് പ്രധാന വികാരങ്ങളെയാണ് കാണിക്കുന്നത്. ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഒരുതരം പ്രതീക്ഷയും പിന്നെ ആഗോള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വലിയൊരു ആശങ്കയും. ഈ വടംവലിയിൽ ഇന്ന് നേരിയ മുൻതൂക്കം കിട്ടിയത് ആഭ്യന്തര ശക്തികൾക്കാണ്. അതെ, നമുക്ക് ആ ആഭ്യന്തര ശക്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വിപണിയെ മുകളിലേക്ക് വലിക്കാൻ ശ്രമിച്ച ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം 2025 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നല്ലോ. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്, അതായത് NDAക്ക് ലഭിച്ച ആ വ്യക്തമായ ഭൂരിപക്ഷം. സാധാരണഗതിയിൽ ഭരണകക്ഷിക്ക് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നയപരമായ സ്ഥിരതയുടെ ഒരു വലിയ സൂചനയല്ലേ? വിപണി ഇതിനെ വലിയൊരു ആഘോഷത്തോടെ സ്വീകരിക്കേണ്ടതായിരുന്നില്ലേ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ശരിയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വിപണിക്ക് വലിയൊരു ഉത്തേജനം നൽകേണ്ടതായിരുന്നു. അത് സർക്കാരിന്റെ പരിഷ്കരണ അജണ്ടകൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നൊരു സന്ദേശം നൽകുന്നുണ്ട്. എന്നാൽ ആ ആഘോഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആഗോള വിപണികളിൽ നിന്നുള്ള മോശം വാർത്തകൾ നമ്മുടെ ആ ഒരു പാർട്ടിയെ നരച്ചു കളഞ്ഞു എന്ന് പറയാം. ഏഷ്യൻ വിപണികളെല്ലാം ഇന്ന് നഷ്ടത്തിലായിരുന്നു. ഇന്നലെ രാത്രി US വിപണിയും ഒരു തളർച്ചയോടെയാണ് അവസാനിച്ചത്. അപ്പോ നമ്മുടെ വീട്ടിലെ സന്തോഷം അയൽപ്പക്കത്തെ പ്രശ്നങ്ങൾ കാരണം പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റിയില്ല എന്നാണോ? പക്ഷെ എനിക്കൊരു സംശയം. ആഗോള വിപണി എത്ര മോശമായാലും ഇത്രയും വലിയൊരു ആഭ്യന്തര വാർത്തയെ പൂർണ്ണമായി അങ്ങ് അവഗണിക്കാൻ കഴിയുമോ എന്ന്. അവിടെയാണ് കാര്യത്തിന്റെ കാതൽ. ആഗോള ഘടകങ്ങൾ അത്രയ്ക്ക് ശക്തമായിരുന്നു. പ്രത്യേകിച്ചും അമേരിക്കയിൽ പണപ്പെരുപ്പം വീണ്ടും തലപൊക്കുന്നു എന്നൊരു ഭയം നിലനിൽക്കുന്നുണ്ട്. അത് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെക്കുറിച്ച് പുനരാലോചിക്കാൻ അവിടുത്തെ കേന്ദ്ര ബാങ്കിനെ പ്രേരിപ്പിച്ചേക്കാം എന്നൊക്കെയുള്ള സംസാരമുണ്ട്. ഇത് കയറ്റുമതിയെ ആശ്രയിക്കുന്ന നമ്മുടെ IT കമ്പനികളെ പോലുള്ള ചില മേഖലകളെ നേരിട്ട് ബാധിക്കുമല്ലോ. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവേശം ആഗോള ആശങ്കയുടെ പുതപ്പിനടിയിലായിപ്പോയി. ഓക്കെ, അപ്പോൾ ഒരു ശക്തി മുകളിലേക്കും മറ്റേ ശക്തി താഴേക്കും വലിക്കുന്നു. ഈ വടംവലിയിൽ കളത്തിലിറങ്ങിയ കളിക്കാരാരാണെന്ന് കൂടി നോക്കേണ്ടതല്ലേ? അതായത് വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും. അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരുന്നു? ചിത്രം നൽകുന്നത് നിങ്ങൾ തന്ന ഡേറ്റ അനുസരിച്ച് വിദേശ സ്ഥാപന നിക്ഷേപകർ, അതായത് FIIs, അവരിന്ന് ഏകദേശം 2500 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചു. അവർ ലാഭമെടുക്കുകയോ അല്ലെങ്കിൽ ഈ ആഗോള ആശങ്കകൾ കാരണം പണം പിൻവലിക്കുകയോ ചെയ്യുകയാണ്. എന്നാൽ അതേസമയം ആഭ്യന്തര സ്ഥാപന നിക്ഷേപകർ DIIs, നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളും ഒക്കെ, അതെ, അവരേകദേശം 3000 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങി അതിനെ പ്രതിരോധിച്ചു. ഇത് വെറുമൊരു കണക്കല്ല. വിദേശികൾ വിപണിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാകഥയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ ആഭ്യന്തര ശക്തി അതിനെ താങ്ങി നിർത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഈ ആഭ്യന്തര കോട്ടയാണ് ഇന്ന് വിപണി വലിയൊരു വീഴ്ചയിലേക്ക് പോകാതെ കാത്തത്. ആഭ്യന്തര കോട്ട, അതൊരു നല്ല പ്രയോഗമാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ സ്വന്തം ഫണ്ടുകൾ വിപണിയെ താങ്ങി നിർത്തുന്നു, മറുവശത്ത് വിദേശികൾ പണം പിൻവലിക്കുന്നു. ഇത് സൂചികയായ നിഫ്റ്റിയെ ഒരു പരിധിവരെ ബാലൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സൂചികയുടെ ഉള്ളിലേക്ക് നോക്കിയാൽ കഥ മാറുകയാണ്, അല്ലേ? നിഫ്റ്റിയിലെ 50 ഓഹരികളും ഒരുപോലെയല്ലല്ലോ ഈ ദിവസം ആഘോഷിച്ചത്. അല്ല, അവിടെയാണ് ഈ ദിവസത്തെ രണ്ടാമത്തെ പ്രധാന കഥ ഒളിഞ്ഞിരിക്കുന്നത്. സൂചിക ചെറുതായി ഉയർന്നുവെങ്കിലും വിപണിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം അത്ര മികച്ചതായിരുന്നില്ല. ഇതിനെ സാങ്കേതികമായി വിപണിയുടെ വീതി കുറവ് അല്ലെങ്കിൽ തിൻ മാർക്കറ്റ് ബ്രെഡ്ത്ത് എന്ന് പറയാം. ഇതൊരു ടീം ഗെയിം പോലെയാണ്. ടീം ജയിച്ചു എന്ന് സ്കോർ ബോർഡ് പറയുന്നുണ്ടാവാം,
പക്ഷെ കളി മുഴുവൻ നിയന്ത്രിച്ചത് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും മാത്രമാണ്. ബാക്കി കളിക്കാരെല്ലാം ഗ്രൗണ്ടിൽ വെറുതെ നിൽക്കുകയായിരുന്നു. അങ്ങനെയുള്ളൊരു വിജയം എത്രത്തോളം സുസ്ഥിരമായിരിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. ആ ടീമിലെ ഇന്നത്തെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാരായിരുന്നു? ഏതൊക്കെ മേഖലകളാണ് വിപണിയെ മുന്നോട്ട് നയിച്ചത്? ഏതൊക്കെയാണ് പിന്നോട്ട് വലിച്ചത്? പ്രധാനമായും സാമ്പത്തിക മേഖലയിലെ ഓഹരികളാണ് ഇന്ന് തിളങ്ങിയത്. ബാങ്കുകൾ, പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ. കാരണം അവ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം പോലുള്ള ആഭ്യന്തര വാർത്തകൾ അവർക്ക് കൂടുതൽ ഊർജം നൽകി. അതോടൊപ്പം റിലയൻസ് പോലുള്ള ചില വലിയ കമ്പനികളും നേരിയ തോതിൽ പിന്തുണ നൽകി. എന്നാൽ മറുവശത്ത് നമ്മൾ നേരത്തെ സംസാരിച്ച ആഗോള ആശങ്കകൾ കാരണം IT മേഖലയിലെ ഓഹരികൾ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. കയറ്റുമതിയെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ പുറം ലോകത്തെ ഏതു ചെറിയ ചുമയും അവർക്ക് പനിയായി മാറും. അതുകൊണ്ട് ഇന്ന് കണ്ട മുന്നേറ്റം ഏതാനും ചില അതികായന്മാരുടെ ചുമലിലായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി വരുന്നുണ്ട്. ദിവസത്തിന്റെ കഥ ഇതാണ്. ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ശുഭവാർത്തയും ആഭ്യന്തര നിക്ഷേപകരുടെ പണവും ചേർന്ന് വിപണിയെ താങ്ങി നിർത്താൻ ശ്രമിച്ചു. എന്നാൽ ആഗോള വിപണിയിലെ ഭയവും വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയും അതിനെ താഴേക്ക് വലിച്ചു. ഒടുവിൽ അവസാന നിമിഷം കുറച്ച് വലിയ കമ്പനികളുടെ സഹായത്തോടെ സൂചിക കരകയറി. ഇപ്പോൾ നിങ്ങൾ എന്ന ശ്രോതാവ് ഇതെല്ലാം കേട്ട് ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാം. ഒരു വശത്ത് ഈ ദൈനംദിന വടംവലി, മറുവശത്ത് ഗോൾഡ്മാൻ സാക്സിനെ പോലുള്ള വലിയ ആഗോള സ്ഥാപനങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു. അവർ പറയുന്നത് 2026 അവസാനത്തോടെ നിഫ്റ്റിയിൽ ഒരു 14% വരെ മുന്നേറ്റമുണ്ടാകുമെന്നാണ്. ഈ രണ്ട് ചിത്രങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കാണണം? ഇതൊരു മികച്ച ചോദ്യമാണ്. കാരണം ഇവിടെയാണ് ഒരു നിക്ഷേപകൻ ഹ്രസ്വകാല സംഭവങ്ങളും ദീർഘകാല കാഴ്ചപ്പാടും തമ്മിൽ വേർതിരിച്ചു കാണേണ്ടത്. ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം വളരെ പ്രധാനമാണ്. കാരണം അത് ഇന്നത്തെയും നാളത്തെയും തലക്കെട്ടുകൾക്കപ്പുറത്തേക്കാണ് നോക്കുന്നത്. ഇന്ത്യയിലെ വർദ്ധിച്ചുവരുന്ന ഉപഭോഗം, സർക്കാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നടത്തുന്ന ഭീമമായ നിക്ഷേപങ്ങൾ, പിന്നെ രാജ്യത്തെ ഡിജിറ്റൽ വൽക്കരണം, ഉൽപ്പാദന മേഖലയ്ക്ക് നൽകുന്ന പ്രോത്സാഹനം, ഇതൊക്കെയാണ് അവരുടെ ശുഭാപ്തി വിശ്വാസത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. അവർ ഫലത്തിൽ പറയുന്നതിതാണ്: ഇന്നത്തെ ആഗോള പ്രതിസന്ധികൾ ഒരു താൽക്കാലിക മേഘം മാത്രമാണ്. ഇന്ത്യയുടെ ദീർഘകാല വളർച്ചയുടെ സൂര്യൻ അതിനു മുകളിലുണ്ട്. പക്ഷെ ഒരു സാധാരണ നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ആ 14% വളർച്ച എന്ന പ്രവചനം കേൾക്കുമ്പോൾ ഇപ്പൊ തന്നെ എല്ലാ പണവും കൊണ്ട് വിപണിയിൽ നിക്ഷേപിക്കാൻ തോന്നില്ലേ? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഗോൾഡ്മാൻ സാക്സ് പറയുന്നത് 2026 അവസാനം വരെയുള്ള കാര്യമാണ്. ആ 14% വളർച്ച നേരായ ഒരു പാതയിലായിരിക്കില്ല. അതിനിടയിൽ ഇന്ന് നമ്മൾ കണ്ടതുപോലെയുള്ള ഒരുപാട് കയറ്റിറക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും രണ്ട് തരം നിക്ഷേപകർക്ക് എങ്ങനെ സമീപിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുന്നവരുടെ കാര്യമെടുക്കാം. അതെ, അതായത് 5-10 വർഷത്തേക്ക് പണം നിക്ഷേപിച്ച് ഈ ദൈനംദിന ബഹളങ്ങളൊന്നും കാര്യമാക്കാത്ത ആളുകൾ. അവർക്ക് ഇന്നത്തെ ഈ സംഭവവികാസങ്ങൾ എന്ത് സൂചനയാണ് നൽകുന്നത്? ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ കണ്ട താഴ്ചകൾ യഥാർത്ഥത്തിൽ നല്ല അവസരങ്ങളാണ്. ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം പോലുള്ളവ രാഷ്ട്രീയ സ്ഥിരതയും നയപരമായ തുടർച്ചയും ഉറപ്പു നൽകുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ്വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ മേഖലയിലും കണ്ണടച്ച് നിക്ഷേപിക്കരുത് എന്നതാണ്. ഇന്ന് നമ്മൾ കണ്ടതുപോലെ ആഗോളതലത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ചില മേഖലകൾക്ക് ക്ഷീണം സംഭവിക്കാം. അതുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയിൽ നിന്ന് നേരിട്ട് പ്രയോജനം നേടുന്ന ബാങ്കിംഗ്, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ ശക്തമായ കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഉചിതം. ശരിയാണ്. ഇനി മറ്റേ വിഭാഗത്തിന്റെ കാര്യമോ? ദിവസേനയോ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിലോ വിപണിയിലെ ചലനങ്ങൾ കണ്ട് ലാഭമെടുക്കാൻ ശ്രമിക്കുന്ന ഹ്രസ്വകാല ട്രേഡർമാർ. അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാണെന്ന് തോന്നുന്നു. തീർച്ചയായും. അവർക്കാണ് ഈ വടംവലി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. കാരണം വിപണി എപ്പോഴും ആഗോള സംഭവ വികാസങ്ങൾക്കു മുന്നിൽ വളരെ ദുർബലമാണ്. ഉദാഹരണത്തിന്, നാളെ അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ ചെയർമാൻ പലിശ നിരക്കിനെക്കുറിച്ച് ആശങ്കയുളവാക്കുന്നൊരു പ്രസ്താവന നടത്തിയാൽ നമ്മുടെ വിപണി പെട്ടെന്ന് താഴേക്കു വരാം. അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വിലയിൽ പെട്ടെന്നൊരു കുതിച്ചുചാട്ടമുണ്ടായാൽ അത് നമ്മുടെ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും വിപണിയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആഭ്യന്തര കോട്ട ശക്തമാണെങ്കിലും പുറത്തുനിന്നുള്ള ആക്രമണങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ അതിന് കഴിഞ്ഞെന്നു വരില്ല. അതുകൊണ്ട് ഹ്രസ്വകാല ട്രേഡർമാർ അതീവ ജാഗ്രത പുലർത്തണം. പെട്ടെന്നുള്ള ലാഭങ്ങൾ പോലെ പെട്ടെന്നുള്ള നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ദിവസം അവസാന നിമിഷം കണ്ട ആ പച്ചപ്പ് ഒരു നല്ല സൂചനയാണെങ്കിലും അമിതമായ ആത്മവിശ്വാസത്തിനോ ഭയത്തിനോ സമയമായിട്ടില്ല. നിക്ഷേപകർ ഇപ്പോഴും ഒരു കയറിന്മേൽ കളിക്കുന്ന അവസ്ഥയിലാണ്. തികച്ചും ശരിയാണ്. ഇന്നത്തെ ആ 0.12% എന്ന അക്കത്തിനപ്പുറം അതിലേക്ക് നയിച്ച ഘടകങ്ങളുടെ ഒരു സങ്കീർണമായ യുദ്ധമാണ് നമ്മൾ വിശകലനം ചെയ്തത്. ആഭ്യന്തര ശുഭാപ്തി വിശ്വാസത്തെ ആഗോള ഭയം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. ആഭ്യന്തര പണം ഒരു സുരക്ഷാവലയം തീർക്കുമ്പോൾ വിദേശ പണം പുറത്തേക്കൊഴുകുന്നു. കുറച്ചു വലിയ കമ്പനികൾ സൂചികയെ താങ്ങി നിർത്തുമ്പോൾ ഭൂരിഭാഗം ഓഹരികളും നിശബ്ദമായി നിൽക്കുന്നു. ഈ ഒരു സന്തുലിതാവസ്ഥയിലാണ് ഇന്ത്യൻ വിപണി ഇപ്പോൾ നിൽക്കുന്നത്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായൊരു ചോദ്യം ബാക്കി വയ്ക്കാണ്. ഇന്ന് നമ്മൾ കണ്ട ഈ ആഭ്യന്തര കോട്ടയുടെ ശക്തി എത്രത്തോളമുണ്ട്? ഇന്ത്യയുടെ സ്വന്തം വളർച്ചയുടെ കഥയ്ക്ക് ആഗോളതലത്തിലുണ്ടാകുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് എത്ര നാൾ ഒറ്റയ്ക്ക് മുന്നോട്ടു പോകാനാകും? അതോ അവസാനം ആഗോള വിപണിയുടെ ഗതി തന്നെയാണോ ഇന്ത്യൻ വിപണിയെയും നയിക്കുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷേ വരും മാസങ്ങളിലെ ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.